നമസ്കാരം. സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി ഇന്നും വന്നിട്ടുണ്ട്. ആ വിധി പൊതുസമൂഹത്തിൽ ഏറ്റവും നല്ലൊരു വിധിയായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് വെച്ചത്. അതായത് മനുഷ്യജീവന് ഭീഷണിയാവുന്ന തെരുവ് നായകളെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, തെരുവ് നായ ആക്രമണം വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കരമായിട്ടുള്ള നിയമയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് തെരുവുനായ ആക്രമണം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മനുഷ്യജീവന് ഭീഷണിയാവുന്ന തെരുവ് നായകളെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ജില്ലാതലത്തിൽ ABC സെൻറ്റർ കാര്യക്ഷമമാക്കണം. തെരുവ് നായ്ക്കളെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ സർക്കാർ. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ABC സെൻറ്ററുകൾ കാര്യക്ഷമമാക്കണം. അത് എല്ലാ ജില്ലാതലങ്ങളിലും, രാജ്യത്തുള്ള സർവ്വ ജില്ലാതലങ്ങളിലും കാര്യക്ഷമമാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തെരുവുനായ്ക്കളെ എത്രയും പെട്ടെന്ന് കൊല്ലണം. അതായത് മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എത്ര പേ പിടിച്ച നായ്ക്കളാണെങ്കിൽ പോലും കൂടെ പേ പിടിച്ചതാണോ അല്ലയോ എന്ന് അറിയില്ലാത്തത് കൊണ്ട്, അവയെ കൊല്ലാനായിട്ടുള്ള നിയമ പരിരക്ഷ ഇല്ലാത്തത് കൊണ്ടും അത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ളൊരു കാര്യം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിധിയോടുകൂടി അത് വളരെ ഒരു എളുപ്പത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറമേ വരുന്നേ ഉള്ളൂ. ആ സുപ്രീം കോടതിയുടെ വിധിയാണ് അത്. ഇന്നാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത്. അതായത് മെയ് മാസം 19-ാം തീയതിയാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ തെരുവുനായകളുടെ ആക്രമണം ഇതിനെപ്പറ്റിയൊക്കെ പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഒന്നും കൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ തെരുവുനായ കടിയേറ്റ വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 15 ലക്ഷത്തിലധികമാണ്. ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 2021 മുതൽ 2025 ലാസ്റ്റ് വരെയുള്ള ഈ 5 വർഷക്കാലം കൊണ്ട് സർക്കാരിൻ്റെ കണക്കിൽ മാത്രമുള്ളതാണിത്, അല്ലാതെ ഉള്ളത് വേറെ ഉണ്ടാവാം. സർക്കാരിൻ്റെ കണക്കിൽ തന്നെ 15,02,737 പേർക്കാണ് തെരുവുനായ കടിയേറ്റിയിരിക്കുന്നത്. അതിൽ റാബിസ് വാക്സിൻ എടുത്തിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 9,41,253 പേരാണ് വാക്സിൻ എടുത്തിരിക്കുന്നത്. അതായത് ഇൻട്രാടർമൽ റാബിസ് വാക്സിൻ, അത്രയും പേരാണ് ഈ കാലയളവിനുള്ളിൽ വാക്സിൻ എടുത്തിരിക്കുന്നത്. ഇനി 2021 മുതൽ 2025 വരെ തെരുവുനായ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 122ആണ്. സർക്കാരിൻ്റെ കണക്കിലുള്ളത് മാത്രമാണ് കേട്ടോ. 122 പേര് ആണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ 5 വർഷത്തിനുള്ളിൽ തെരുവുനായ ആക്രമണത്തിൽ. അതായത് ശരിക്കും പറഞ്ഞാൽ പേവിഷബാധയേറ്റും മരണപ്പെട്ടു എന്ന് തന്നെ കരുതാം. അതിൽ വാക്സിൻ എടുത്തിട്ട് കൂടി മരണപ്പെട്ടവർ 11 പേരാണ്. സർക്കാരിൻ്റെ കണക്കാണ്. അതായത് വാക്സിൻ എടുത്തിട്ട് കൂടി 11 പേരും മരണപ്പെട്ടു. അപ്പോഴാണ് ഈ റാബിസ് വാക്സിനെ പറ്റി തന്നെ, അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒക്കെയുള്ള ചില വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ റാബിസ് വാക്സിൻ കമ്പനി അല്ലെങ്കിൽ അതൊരു വലിയൊരു മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ അതിനെപ്പറ്റി അഭിപ്രായം ഉയർന്നിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ റാബിസ് വാക്സിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെലവഴിക്കുന്ന ഒരു ഭീമമായിട്ടുള്ളൊരു തുകയാണ് രാജ്യത്ത്. അത് ശതകോടികളുടെ കണക്കാണ്. നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് തന്നെ, അതായത് നമ്മുടെ കേരള സർക്കാർ പോലും കൂടെ ഈ ഒരൊറ്റ വർഷത്തിൽ തന്നെ ഏകദേശം 50 കോടിയോളം രൂപയുടെ വാക്സിനാണ് പുറത്തുനിന്ന് എടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല മരവിച്ചു പോകും. ആ രീതിയിലുള്ള ശതകോടികളുടെ ഒരു വിപണനമാണ് ഈ റാബിസ് വാക്സിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. കാരണം മനുഷ്യജീവന് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളെ കൊല്ലണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊന്നും പൊതുസമൂഹത്തെ അറിയിച്ചു എന്ന് മാത്രം. നന്ദി.